രാഹുൽജി നാഥ് ചേരുന്നുണ്ട് മിഥുന്റെ വീട്ടിൽ നിന്നും. രാഹുൽ, ഈ ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽവാസികളും ഒക്കെ അങ്ങോട്ടേക്ക് വരികയാണോ? മോത്തി അങ്ങനെ തന്നെയാണ്. നമ്മോടിപ്പം ഇവിടുത്തെ തൊട്ടയലത്തുള്ള ഷാജി എന്ന ചേട്ടനുണ്ട്. അവധിക്കാലമായാൽ മിഥുൻ ഓടിയെത്തുന്ന ഷാജി ചേട്ടൻ്റെ അടുത്തേക്കാണ്. അവർ ഇതുവഴി ഇറങ്ങി അല്ലേ? അവധിക്കാലങ്ങൾ വഴി എൻ്റെ മുറ്റത്ത് തുടങ്ങി. ഞങ്ങളെല്ലാവരും പ്രായമൊന്നും നോക്കത്തില്ല. ഇപ്പോൾ എൻ്റെ മോൻ്റെ പ്രായം പോലും ഇല്ല. അന്ന് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ചൂണ്ടയിടാനും ഞങ്ങൾ അവിടെ നിന്ന് സംസാരിക്കുന്ന ഒരു ആണ്. അവൻ പറയും ഷാജിയമ്മ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടേ പറയും ഷാജിയമ്മ മീൻ കിട്ടിയിട്ടുണ്ട് ഇതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കളിക്കാൻ പോകുന്ന സ്ഥലത്തോട് കുളിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. കാലുവാരം എന്ന് പറഞ്ഞാൽ ശാസ്താംകോട്ട കാലിൻ്റെ ഒരു ധീര നമ്മളിപ്പം കാണിച്ചു തരാം. അവർ കളിക്കുക. അവിടെയാണ് നിങ്ങൾ എല്ലാവരും ഈ അവധി സമയത്ത് പോകുന്നത്? എല്ലാവരും പോകുന്നത്. പ്രായമൊന്നും നോക്കത്തില്ല, എല്ലാവരും. ചേട്ടന് പിന്നീട് ഇതിപ്പം എത്ര നാളായി ഇവിടെ താമസം തുടങ്ങിയിട്ട്? ഞങ്ങൾ പണ്ട് പോകുന്നില്ല, ഞങ്ങൾ അപ്പുറമാണ്. ആ ഒരു വഴിയൊന്ന് ചേട്ടൊന്ന് കാണിച്ചു കൊടുക്കുന്നത്. ആ പിള്ളേർ പോകുന്ന ഒരു വഴി, ഈ ചെറിയ വഴി കൂടിയാണ് അവർ. ചെറിയ വഴി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ വസ്തു നമ്മൾ പോയി കഴിഞ്ഞാലും ആരും ഒന്നും പറയത്തില്ല. എങ്ങനെയായിരുന്നു ചേട്ടനുമായിട്ടൊരു ബന്ധം അവിടെ? നമ്മളെ ഇപ്പം എനിക്ക് 50-51 വയസ്സുണ്ട്. പക്ഷേ അത് ഈ മരിച്ച ചെറുക്കൻ്റെ അപ്പനെന്ന് പറഞ്ഞാൽ മനു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂട്ടുകാരാണ്. പ്രായം നോക്കത്തില്ല. ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് എൻ്റെ മുറ്റത്താണ്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അവൻ എന്നെ വിളിക്കും, ഞാൻ അദ്ദേഹത്തിനെ വിളിക്കും. പക്ഷേ ഈ പയ്യനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് ചൂണ്ടയിടാൻ പോകും. അവർ കളിക്കുന്ന ഒരു സ്ഥലവും അതിൻ്റെ എല്ലാം ഞാൻ കാണിച്ചു തരാം. പഠിക്കാനും ഒക്കെ മിടുക്കനായിരുന്നു. ആർക്കും ഒരു ഇതും ഇല്ല, ഒന്നുമില്ല. കളിക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. അവർ കളിക്കുന്ന സ്ഥലം ഇവിടെ കുറേ കുട്ടികളുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ ഒരു 10-12 പേരുണ്ട്. അപ്പോൾ അതാണ് മോത്തി. അതായത് ഈ അവധിക്കാലമായി കഴിഞ്ഞാൽ കൂട്ടുകാരുമൊത്ത് ഇവിടേക്ക് വരിക, ഇവിടേക്ക് വന്ന് ഈ കളിക്കളത്തിൽ പോകുന്നതിന് മുൻപ് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വിനോദം അത് ഈ കായലുമായി ബന്ധപ്പെട്ട്. കാരണം കായലിൻ്റെ തീരത്താണ് ഇവർ താമസിക്കുന്നത്. ചേട്ടന്മാർ കൂട്ടുണ്ട്. അങ്ങനെ എല്ലാ പ്രായത്തിലുള്ള മനുഷ്യർക്കും നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ വരുന്ന ചേട്ടൻ, ഒപ്പം നമ്മുടെ ഈ പ്രായമുള്ള അച്ഛനും അമ്മയും അവരെയൊക്കെ സഹായിക്കാൻ ഓടിയെത്തുന്നു. ഒപ്പം അവരുമായി സൗഹൃദം പങ്കിടുന്നു. അങ്ങനെ നാട്ടിലെ പ്രായഭേദമന്യേ എല്ലാ മനുഷ്യരുമായി ചേർന്ന് നിൽക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വിശാലമായ ഒരു ബന്ധങ്ങൾ സൃഷ്ടിച്ച, സൗഹൃദങ്ങൾ സൃഷ്ടിച്ച ഒരു രീതിയായിരുന്നു. കാരണം ഇനി ഇവിടേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് ചിന്തിക്കുന്നുണ്ട്. കാരണം ഇനി എങ്ങനെയാണ് ഇവിടേക്ക് പോവുക എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഈ മനുഷ്യരെല്ലാം ഇതുവഴി കടന്നു പോകുന്നത്. നമ്മളെങ്ങനെ ഇതുവഴി കടന്നു പോകുമ്പോൾ ആ ഓർമ്മകളുണ്ടാവും, ഇതിൻ്റെ ഓർമ്മകളുണ്ടാവും. കൂട്ടിക്കൊണ്ട് പോവുകയാണ് അങ്ങോട്ടേക്കല്ലേ? മാത്രം. അതെ, നിങ്ങൾ വന്ന് കാണണമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. നിങ്ങൾ വന്ന് ഉറപ്പായും കാണണം. കാരണം കുട്ടികൾ മാത്രം നടന്ന് ഉണ്ടാക്കിയ നേരത്തെ വഴികളാണ്. നമ്മൾ നടന്നു വരുമ്പോൾ കാണാം ആ വഴിയിലൂടെ കടന്നു പോകുന്നു. ഈ മനുഷ്യൻ ഞങ്ങളെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. എനിക്കും പറയാനുണ്ട് ഇതിനെപ്പറ്റിയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും പറയാനുള്ളത് എന്ന് പറഞ്ഞ് കൂടെ കൊണ്ടുപോകുമായിരുന്നു ആ മനുഷ്യൻ. അങ്ങനെ മുൻപേ നടന്നു പോവുകയാണ്. അപ്പോൾ ഈ പറയുന്നത് പോലെ എല്ലാ മനുഷ്യർക്കും അത്രയേറെ ആത്മബന്ധമുണ്ടായിരുന്നു ആ മനുഷ്യന്. അതുകൊണ്ട് ഈ അവസരത്തിൽ എങ്ങനെയാണ് ഇതൊക്കെ പങ്കുവെക്കേണ്ടതെന്ന് അറിയാത്തൊരു മനുഷ്യന്റെ പരിഭ്രമം കൂടിയാണ് നമ്മൾ കാണുന്നത്. ഒരു സാധാരണക്കാരന്റെ പരിഭ്രമം. ഇതാണ് അവരുടെ കുളിക്കടവ്. അവരെപ്പോഴും 24 മണിക്കൂറും സെക്കൻഡ് സാറ്റർഡേ സൺഡേ അവർക്കൊരു ഓഫ് ആകുമ്പോൾ അവരെപ്പോഴും ഇവിടെ കാണും, ഇവിടെ വരും. കഴിഞ്ഞ് ഒരു കാണിച്ചു തരാം. അവർ ആ കല്ലിൽ നിന്നേ ചൂണ്ട കിടത്തുള്ളൂ. നീന്തലൊക്കെ അറിയായിരുന്നു അവർക്ക്. പക്ഷേ നീന്തൽ അറിയത്തില്ല. ഇവിടെ കിടന്ന് വെള്ളത്തിൽ മുങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നീന്തൽ തന്നെയും പഠിച്ചു. ആ കല്ലിൻ്റെ പുറത്ത് ഞാൻ കയറിയില്ല. അല്ല, അങ്ങോട്ട് പോകണമെന്നില്ല. എന്തായാലും ചേട്ടൻ പറഞ്ഞതിന്റെ ഭാഗമായി ഈ ഒരു ഓർമ്മയുടെ ഭാഗമായി വന്നതാണ്. എന്തായിരുന്നു ഇതിന്? ആരൊക്കെ? അനിയനും ഒക്കെ എത്തുമായിരുന്നു ഇവിടെ? അനിയൻ എന്ന് പറഞ്ഞാൽ പയ്യൻ. ഞങ്ങളെല്ലാവരും കൂടെ, തന്തയും അപ്പനും മക്കളും ഒന്നുമില്ല, ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ വരുമ്പോൾ സജു, ഞങ്ങൾ ചിലപ്പോൾ 50 വയസ്സുള്ളവരുണ്ട്, ചില 52. ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ നിന്ന് ചൂണ്ടയിടുക. അതുകൊണ്ട് തന്നെ കൊച്ചു പെൺപിള്ളാരും വരും, എല്ലാവരും വരും. ഞങ്ങൾ ചൂണ്ടയിടും. ചിലപ്പം വള്ളത്തിൽ കെട്ടും, ചിലപ്പം കുറുവായിട്ട്. സംസാരപ്രിയനായിരുന്നു. എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. അല്ല വേറെ ഒന്നുമില്ല. ഷായി മാമ എന്നാണ് വിളിക്കുന്നത് എന്നെ. അപ്പാന്ന് വിളിക്കേണ്ട നേരത്തെ എന്നെ വിളിക്കുന്ന ഷായി മാമ മീൻ കിട്ടി എന്നേ പറയത്തുള്ളൂ. അല്ല വേറെ ഒരു ഇതുമില്ല. എന്നുവെച്ചാൽ അമ്മക്ക് ഇഷ്ടപ്പെട്ട ഒരു പയ്യൻ. തള്ള
വീട്ടു ജോലിക്ക് എങ്ങാണ്ട് പോയി എന്ന് വെച്ചാൽ ഇവരെ വളർത്താനും വേണ്ടി പോയ 2 പിള്ളേരെ വളർത്താനും വേണ്ടി പോയ. മറ്റേ അപ്പനെന്ന് പറഞ്ഞാൽ മേശിരി പണിക്ക് പോകുന്നേ 1000 1100 രൂപ കിട്ടും. പക്ഷേ തള്ള വരുന്ന കാര്യമൊന്നും ഇതേവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു സെക്കൻഡ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ, കാരണം ഈ ഒരു എന്താ പറയുക, ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മിഥുന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ കാഴ്ച, ആ സ്ഥലം ഏതാണെന്ന് ആ ചേട്ടൻ പറഞ്ഞു തരികയായിരുന്നു. അത് നിങ്ങൾ കാണണമെന്ന് ആവശ്യപ്പെടുക. കാരണം ഇതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ അറിയാൻ ശ്രമിച്ചതും ചോദിച്ചതും ഒക്കെ. അപ്പോൾ ഈ മനുഷ്യൻ ഇവിടേക്കാണ് കൊണ്ടുവന്നത്. മോത്തിക്ക് കാണാം, അവധിക്കാലമായാൽ ഒഴിവാക്കാതെ എത്തുന്ന ഒരു കാഴ്ച. അപ്പോൾ ഒരുപക്ഷെ ഈ കാഴ്ച കൂടിയാണ് മിഥുന് നഷ്ടമാകുന്നത്. അപ്പം ഈ കാഴ്ചയിലേക്ക് എത്തുന്ന സുഹൃത്തുക്കൾക്കും ഈ ചേട്ടനും ഒക്കെ അല്ലേ, എപ്പോഴും അവധിയായി കഴിഞ്ഞാൽ ഷാജിമാമ എന്നാണ് വിളിക്കുന്നത്. ഷാജിമാമ വരൂ, നമുക്ക് ഇങ്ങോട്ട് പോകാം എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു വിളി കൂടി ആ മനുഷ്യന് നഷ്ടമാവുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ നാട് മുഴുവൻ, ഈ നാട്ടിലെ മനുഷ്യർ മാത്രമല്ല, ഓരോ സ്ഥലങ്ങളും കൂടിയാണ് മിഥുനെ സംബന്ധിച്ച് നഷ്ടമാകുന്നത്. ആ സ്ഥലങ്ങൾക്ക് കൂടി ആ സാന്നിധ്യം നഷ്ടപ്പെടുകയാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമ്മയ്ക്കായുള്ള കാത്തിരിപ്പാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു സ്കൂൾ പരിസരത്തും ഇതുപോലെ കുറേ ഇടങ്ങൾ, കുറേ സുഹൃത്ത് വലയം 1.5 മാസം കൊണ്ട് ആ ക്ലാസ് ടീച്ചറുടെ സംസാരത്തിൽ എല്ലാവർക്കും, അതെ, ക്ലാസ് ടീച്ചർ മാത്രമല്ല, ട്യൂഷൻ പഠിപ്പിച്ച ടീച്ചർ, അയൽവാസികൾ, ഇപ്പോൾ ഈ ചേട്ടൻ, എല്ലാവരും എത്ര സ്നേഹത്തോടെയാണ് ഈ കുഞ്ഞിനെ കുറിച്ച് സംസാരിക്കുന്നത്. എന്തൊക്കെയോ പറയണമെന്നുണ്ട് അവർക്കൊക്കെ. സാധാരണക്കാരായ മനുഷ്യരാണ് അവർക്ക്. ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് യാതൊന്നും നോക്കാതെ ഇത്തരത്തിൽ